ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ sptechvlogs. അപ്പം നമ്മളിന്ന് നിൽക്കുന്നത് കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ 10-നുള്ളിൽ തന്നെ വരുന്ന മലയാളം മുതൽ തെലുങ്ക്, കന്നഡം അങ്ങനെ ഒട്ടനവധി ഭാഷകളിൽ സിനിമ ലൊക്കേഷനായി മാറിയ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. അപ്പോൾ താഴത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഒരു 100 മീറ്ററും കൂടെ കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിൻ്റ് ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇൻട്രോ ഇവിടെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ തനിച്ചല്ല, അപ്പോൾ എൻ്റെ കൂടെ കൂട്ടുകാരും കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേര്, സോനുദേവൻ, നിശാന്ത്, ഞങ്ങൾ 3 പേരും കൂടെ 2 വണ്ടിയിലായിട്ടാണ് വന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് പതിപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രി പോയിന്റിലാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 3 ആൾക്ക് 150 രൂപ, ഒരാൾക്ക് 50 രൂപയാണ്. അപ്പോൾ ഈ ഒരു ടിക്കറ്റ് വെച്ച് നമുക്ക് വാഴച്ചാലും കയറാൻ പറ്റുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇനി നമുക്ക് അകത്ത് കയറാം. അങ്ങനെ നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രി പോയിന്റിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. അപ്പോൾ നമ്മൾ വണ്ടിയെല്ലാം പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അകത്ത് നടപ്പാതെ കൂടെ നടക്കുകയാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് മഴക്കാലത്ത് തന്നെ വരണം. എന്നാൽ മാത്രമേ വെള്ളത്തിൻ്റെ ശക്തിയും ആ ഒരു സൗന്ദര്യമൊക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ വന്നത് ഇപ്പോൾ ഒരു ജൂൺ മാസം മഴക്കാലം തന്നെയാണ്. പക്ഷേ മഴയില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, വെള്ളത്തിനൊരു ശക്തി പോരാ. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് ഇന്ത്യൻ നയാഗ്ര എന്നും വിശേഷിപ്പിക്കും. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യഭംഗി എന്ന് പറയുന്നത് നമുക്ക് 2 തരത്തിൽ ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഒന്ന് വെള്ളം ഒഴുകി താഴേക്ക് വീഴുന്ന ഒരു ദൃശ്യവും, അതുപോലെ തന്നെ ഒന്ന് താഴെ നിലംപതിക്കുന്ന ദൃശ്യം. അങ്ങനെ 2 തരത്തിൽ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യം ആസ്വദിക്കാനായിട്ട് സാധിക്കും. ആ നടുക്ക് നിൽക്കുന്ന കുടിൽ കണ്ടില്ലേ, അത് കെട്ടിയ ആൾക്കാരെ സമ്മതിക്കണം. കാരണം പ്രളയ സമയത്ത് വെള്ളം കുത്തിയൊലിച്ച് പോകുമ്പോഴും ഇതേ നിൽപ്പായിരുന്നു. താഴോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ബോർഡുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഹാർട്ട് പേഷ്യൻസ് അതുപോലെ തന്നെ വയ്യാത്ത ആൾക്കാരെ താഴോട്ട് ഇറങ്ങണ്ട എന്ന ഒരു ഇൻസ്ട്രക്ഷൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് ചേട്ടൻ ഒരു സിനിമാ പ്രേമിയാണെന്ന് തോന്നുന്നു. പുള്ളി പെട്ടെന്ന് അടുത്ത് വന്നിട്ട് സിനിമാ ഡയറക്ടർ മണിരത്നത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവി ലൊക്കേഷനാണ് ഈ അതിരപ്പള്ളി എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ കണ്ട ആർക്കല്ലേ ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം പറഞ്ഞാൽ ആ പേരറിയത്തെ ചേട്ടൻ ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് ഹിസ്റ്ററി തപ്പിയായിരുന്നു. അപ്പോൾ എനിക്ക് വേറൊരു സംഭവം മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതിരപ്പള്ളിയേക്കാൾ 10 ഇരട്ടി മനോഹരമായ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ഈ നമ്മുടെ ഈ അതിരപ്പള്ളി കഴിഞ്ഞ ഒരു 13 കിലോമീറ്റർ കൂടെ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ പെരിങ്ങൽകുത്ത് വെള്ളച്ചാട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത്.
അപ്പോൾ അത് നമ്മുടെ KSEBയുടെ നമ്മുടെ കേരള ഗവൺമെൻറ് KSEBയുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ വരികയും അങ്ങനെ ആ വെള്ളച്ചാട്ടം ഇല്ലാതാവുകയും ചെയ്യുമായിരുന്നു. ആ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ ജോലിക്കായി വന്ന തൊഴിലാളികളാണ് ഈ ഒരു അതിരപ്പള്ളി വെള്ളച്ചാട്ടം ആദ്യമായി കണ്ടത് എന്ന് അറിയാൻ സാധിച്ചു. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പെരിങ്ങൽകുത്ത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ വിജയിക്കുകയും അപ്പോൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് കുറുകെ മറ്റൊരു ഡാം പണിയണം എന്നൊരു ചിന്ത KSEBക്ക് വരികയും പക്ഷേ ആ ഒരു പദ്ധതി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ആ നിർത്തിവെച്ചതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഇത്രയും മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാർ കമ്പി കൊണ്ടും കയറ് കൊണ്ടൊക്കെ ഇതേപോലെ ഓരോ വേലി പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അനുസരിക്കാതെ അകത്ത് കയറി കുളിക്കാനായിട്ട് ഇറങ്ങുമ്പോഴൊക്കെയാണ് ഓരോ അപകടങ്ങൾ സംഭവിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നോ എൻട്രി ബോർഡൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പി വേലിയൊക്കെ കടന്ന് അകത്ത് കയറിക്കഴിഞ്ഞാൽ ബ്രേക്ക് ദ റൂൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപ പിഴ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് കാലത്ത് 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് എൻട്രി ടൈം. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി എൻട്രി പോയിൻ്റ് അടുത്തായിട്ടാണ് ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 3 പേരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ വാഴച്ചാലിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ വാഴച്ചാൽ എൻട്രിക്ക് അകത്ത് കയറി. അപ്പോൾ നമ്മൾ അവിടെ എടുത്ത അതേ ടിക്കറ്റ് തന്നെയാണ് ഇവിടെയും കാണിച്ചത്. അപ്പോൾ അവർ അതിലൊരു പഞ്ച് മാത്രം ചെയ്തിട്ട് നമ്മൾ അകത്തോട്ട് കയറ്റി വിട്ടു. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. അതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലെ അത്രയും ആൾക്കാരുടെ തിരക്കൊന്നും ഇവിടെ വാഴച്ചാലില്ല. കാരണം കൂടുതൽ ആൾക്കാരും അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് അഡ്വഞ്ചറസ് ഏരിയാസാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇവിടെ അത്രയും അഡ്വഞ്ചറായിട്ടില്ല, എല്ലാം ഫ്ലാറ്റ് സർഫസാണ്. ഫ്ലാറ്റ് എന്ന് പറയാനില്ല, എന്നാലും കുറച്ച് നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ വർഷം, അതായത് 2021 ഏപ്രിലിൽ ഞാൻ അതിരപ്പള്ളി വന്ന സമയത്ത് എൻ്റെ കൂടെ ഞാൻ മുന്നേ വർക്ക് ചെയ്ത ഓഫീസിലെ ഫ്രണ്ട്സായിരുന്നു കൂടെ. അപ്പോൾ അന്നും അത്രത്തോളം നമുക്ക് വെള്ളം കാണാൻ സാധിച്ചില്ല. ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് നമുക്ക് അത്രയും ആ ഒരു ശക്തി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. വാഴച്ചാലിൽ അപ്പോൾ ഇതേപോലെ സൈഡിൽ നടപ്പാത കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കുറേ ദൂരം നടക്കാനായിട്ട് കാണുന്നുണ്ട്. ഇതിപ്പോൾ ആ കണ്ണെത്തും ദൂരത്തിലൊക്കെ ആൾക്കാരിങ്ങനെ നടന്നു പോകുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എത്രത്തോളം പോകുമെന്ന് എനിക്കറിഞ്ഞില്ല. നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൈഡിൽ നിന്നൊക്കെ നമുക്ക് വെള്ളച്ചാട്ടം കാണാം. അങ്ങനെ നമ്മൾ ആ നടപ്പാതയിൽ കൂടെ നടന്ന് ഇങ്ങനെ അവസാനം എത്തി. ഏകദേശം ഒരു 1 കിലോമീറ്ററോളൊക്കെ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് പോയി അവസാനിക്കുന്ന ആ മലക്കപ്പാറ റോഡിലാണ് പോയി അവസാനിക്കുന്നത്. അങ്ങനെ നമ്മൾ വാഴച്ചാലിന് പുറത്തിറങ്ങി. അപ്പോൾ ഇതാണ് വാഴച്ചാലിൻ്റെ എൻട്രി പോയിന്റ്. അപ്പോൾ ഈ എൻട്രി പോയിന്റ് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ വാൾപ്പാറ, മലക്കപ്പാറയൊക്കെ പോകുന്ന ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ അങ്ങോട്ട് യാത്രയില്ല. പക്ഷേ ഒരു ദിവസം നമ്മൾ ഈ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ ബൈക്ക് നിൽക്കുന്ന ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നേരെ തുമ്പൂർമൊഴി തൂക്കുപാലം കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അത് സാധിക്കുമെന്നറിയില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് അങ്ങോട്ടും കൂടി ഒന്ന് കയറണം. അപ്പോൾ ഇനി എന്തായാലും അങ്ങോട്ട് പോകുന്ന ആ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ ടിക്കറ്റെല്ലാം എടുത്ത് അകത്ത് കയറി. ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ്. നമ്മൾ തുമ്പൂർമൊഴി ഗാർഡൻ വഴിയാണ് ഇതിനകത്ത് എൻട്രി ചെയ്തത്. അവിടെ 20 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. അപ്പോൾ ഈ ടിക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് തുമ്പൂർമൊഴി ഗാർഡനിൽ നിന്ന് ഏഴാറ്റുമുഖം എത്തുന്നവരെയുള്ള ആ പാലത്തിൻ്റെ എൻഡ് വരെ മാത്രമേ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഏഴാറ്റുമുഖത്തിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ 20 രൂപ കൊടുത്ത് വേറൊരു ടിക്കറ്റും കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 20 രൂപ കൊടുത്ത് ഈ ഒരു ടിക്കറ്റ് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തൂക്കുപാലത്തിലൂടെയുള്ള യാത്ര കാഴ്ചകളാണ് മെയിനായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ കാണുന്ന വെള്ളം വരുന്നത് പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഷോളയാർ ഡാമിലെത്തി. അവിടെ നിന്ന് നമ്മൾ മുൻപ് പറഞ്ഞ ആ പെരിങ്ങൽകുത്ത് ഡാമിൽ, അതായത് പവർ സ്റ്റേഷനെല്ലാം ഉപയോഗിച്ച് അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. ഇത് നേരെ നമ്മുടെ ചാലക്കുടി പുഴയിലാണ് പോയി എത്തിച്ചേരുന്നത്.
അപ്പോൾ ഇവിടെ തുമ്പൂർമുഴി ഗാർഡൻ ടിക്കറ്റ് എടുത്തവർക്ക് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്ക് പ്രവേശനമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാലത്തിൻ്റെ എൻഡ് വരെയാണ് നമുക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് കഴിഞ്ഞ് അപ്പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ വേറെ എൻട്രി ടിക്കറ്റ് വേറെ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിരപ്പള്ളി വാഴച്ചാല് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഔട്ട് SP.